നമ്മൾ പാഴ്വസ്തുക്കളായിട്ട് കളയുന്ന കുറേ സാധനങ്ങളുണ്ട്. അത് പ്രകൃതിയിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഭംഗിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇവിടെ ഒരു പൈപ്പിൻ്റെ കഷ്ണം എടുക്കുന്നുണ്ട്. ഇതൊരു വേസ്റ്റായിട്ടുള്ളൊരു വാട്ടർ റോസിൻ്റെ ഒരു കഷ്ണമാണ്. ഇതിൽ നമുക്ക് ഞാനിപ്പോൾ നിങ്ങൾക്ക് ശംഖൂതി കാണിച്ചു തരാം. ഇതന്നെ നമുക്ക് ഇപ്പോൾ കൊമ്പാണെങ്കിൽ നമസ്കാരം, ഞാൻ പരമേശ്വരൻ. തൃശ്ശൂർ ജില്ലയിലെ കല്ലൂർ എന്ന ദേശത്ത് ഒരു ചെറിയ കലാകാരനാണ്. പ്രകൃതിയിലാണ് ഞാൻ കൂടുതൽ കല കണ്ടെത്തുന്നത്. പ്രകൃതിയെ നിരീക്ഷിക്കാൻ നിങ്ങൾക്ക് നല്ലൊരു മനസ്സുണ്ടെങ്കിൽ, ക്ഷമയുണ്ടെങ്കിൽ ഒരുപാട് വിഭവങ്ങൾ നമുക്ക് പ്രകൃതിയിൽ നിന്ന് കണ്ടെത്താൻ പറ്റും. ഇത് കണ്ടോ, കുറച്ച് കുരുത്തോല. അതിപ്പോൾ ഈ തെങ്ങിൽ നിന്ന് മുറിച്ചാണ് ഞാനത്. ഇതുകൊണ്ട് വളരെ രസകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാന്യ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം. നമുക്കത് കാണാം. പോവാം. ഓല ഞാൻ എടുത്തിങ്ങനെ ചീന്തി അതിൻ്റെ ഈർക്കിലിങ്ങനെ ഓലയിൽ നിന്നിങ്ങനെ വേർപ്പെടുത്തി. അപ്പോൾ ഇവിടെ ഈ അറ്റം ഇത്ര നീളത്തിൽ അങ്ങനെ നിർത്തിയിട്ട് ഈ ഈർക്കിലിനെ ഞാനിങ്ങനെ ഒരു റിങ്ങാക്കി മാറ്റുകയാണ്. വലത് കൈയിലേക്ക് പിടിച്ചിട്ട് ഈ ഇടത് കൈ കൊണ്ട് ഈ ഓല നേരത്തെ ചെയ്ത പോലെ തന്നെ എതിർവശത്ത് കൊണ്ടുവന്ന് ഇതിനുള്ളിലേക്ക് ഇങ്ങനെ കോർത്ത് വലിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു രൂപമായി. ഈ ഓല നമ്മൾ ഇങ്ങനെ ഒന്ന് ചെരിച്ച് മടക്കും. മടക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ എതിർവശത്ത് കൂടെ എടുത്തിട്ട് ആ റിങ്ങിനുള്ളിൽ കൂടെ കടത്തി ഇങ്ങനെ വലിക്കും. അപ്പോൾ ഇതുപോലെ ആവും. കണ്ടോ? ഇനി ഇത് രണ്ട് ഭാഗത്തും ഇങ്ങനെ മാറി മാറി ചെയ്തുകൊണ്ടിരിക്കും. ഇത് കുറച്ച് നേരം എടുക്കും. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് ഒരു കൊച്ചു കുസൃതി കവിത കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചൊല്ലിത്തരാം. ചൊല്ലട്ടെ? പുളിയിൽ പുളിവാലൻ കിളി, പുളിയിൽ കിളിവാലൻ പുളി, പുളിവാലൻ കിളി പുളി തിന്നു, കിളിവാലൻ പുളി കിളി തിന്നു. എത്ര പറഞ്ഞാൽ മതി. ഇതൊരു ഇപ്പോൾ പക്ഷിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കൊക്ക് വേണം. ആ കൊക്കിന് നമ്മളൊരു ഓല എടുത്തു. ഈ അറ്റം ഇങ്ങനെ വളയ്ക്കുക. കണ്ടോ? ഇങ്ങനെ വളയ്ക്കുക. അപ്പോൾ ഇതുപോലെ ഇരിക്കും. കണ്ടോ? ഇനി ഈ ഭാഗത്ത് ഇതിനിങ്ങനെ വെച്ചു. ഈ റിങ്ങിൻ്റെ ഇതിൻ്റെ ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് ഈ ഭാഗം നമ്മൾ ഇപ്പുറത്തോടെ എടുത്തിട്ട് ഇതിലേക്ക് കോർത്ത് വലിച്ചു. ഇനി ഈ തല ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇപ്പുറത്ത്. അപ്പോൾ ഇവിടെ നമുക്കിതിലെ ഇറക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് വേണം? ഈ കത്തി കൊണ്ട് പതുക്കെ ഒന്ന് കീറി കൊടുക്കാം. ഉണ്ടോ? കീറി ഇപ്പുറത്ത് ഇതിനുള്ളിൽ കൂടെ ഇങ്ങനെ കടത്തി വെച്ചു. കണ്ടോ? പക്ഷിയുടെ കൊക്കായി. ഇനി ഇതിലൊരു ചിറക് വയ്ക്കാം. നമുക്ക് 4 5 എത്ര വേണമെങ്കിൽ മടക്കാം, അത് വലിപ്പം അനുസരിച്ച്. എന്നിട്ട് ഈ അറ്റം ഇങ്ങനെ ചെത്തി ഇതിങ്ങനെ വിടർത്തി വയ്ക്കുക. കണ്ടോ? എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഈ മടക്കുകളില്ലേ, ഈ മടക്കുകളുള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ചു. നല്ല രസമുള്ള ഒരു പക്ഷിയായി. അടുത്തതുപോലെ തന്നെ നമുക്ക് കൗതുകമുള്ള ഒരു വസ്തു ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇതിൽ നിന്നൊരു തളിരില 2-3 എണ്ണം പറിക്കുകയാണ്. ഞാൻ ചിരട്ടയിലും മുളയും ഉപയോഗിച്ചിട്ട് ഒരുപാട് വസ്തുക്കൾ ഉണ്ടാക്കുന്നുണ്ട്. ഇത് ചിരട്ട പുട്ട് മേക്കർ എന്ന് പറയും. ഇതിൽ നിങ്ങൾക്ക് 20 സെക്കൻഡേ വേണ്ടൂ, മിനിറ്റ് അല്ല കേട്ടോ. 20 സെക്കൻഡിൽ നിങ്ങൾക്ക്
ഒരു പുട്ടുണ്ടാക്കാൻ പറ്റും. ചിരട്ടയിൽ നമ്മൾ ഭക്ഷണപദാർത്ഥം, ചൂടുള്ള ഭക്ഷണപദാർത്ഥം സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ, അത് സയൻറ്റിഫിക്കായിട്ട് തെളിയിച്ചുള്ള, ഞാൻ പറയേണ്ടതല്ല കേട്ടോ, ശാസ്ത്രം പറയേണ്ടതാണ്, 30% വരെ നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോളിനെ നിയന്ത്രിക്കും. പിന്നെ കൗതുക വസ്തുക്കളുണ്ട്. ഇത് കണ്ടോ, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പണി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഹെയർ പിന്നുകൾ, അതുപോലെ തന്നെ സ്റ്റഡിൻ്റെ കാതിലേക്കുള്ള കമ്മലുകൾ കണ്ടോ, ഇതൊക്കെ ഹെയർ പിന്നുകളാണ്. കണ്ടോ, ഇതൊക്കെ സ്റ്റഡുകളാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മെറ്റലിൻ്റെ സ്പൂണും തവിയൊക്കെ എങ്ങനെയിരിക്കും അതുപോലെ ഇരിക്കും. കാരണം എന്താ വെച്ചാൽ ഇവിടെ യാതൊരു തടസ്സവും ഉണ്ടാവില്ല. അതെന്താ അങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ടിപ്പും ഈ മുളയും ഈ പിടി ഇതിങ്ങനെ വെച്ചിട്ട് ഒരു റിബിറ്റ് അടിക്കുകയുള്ളൂ അവർ. അതിപ്പോൾ ഖാദിയുടെ ആയാലും വേറെ ഒരു കമ്പനിയായാലും ഒരു റിബിറ്റ് അടിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത് ഉപയോഗം കഴിഞ്ഞിട്ട് സോപ്പിട്ട് ഇതൊക്കെ കഴുകുമ്പോൾ ഇവിടെ തടസ്സം ഉണ്ടാവും, അതിൽ ചളിയിരിക്കും. ഇതിൽ വേസ്റ്റ് ഇരിക്കില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മെറ്റലിൻ്റെ സ്പൂണും തവി എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇത്. പിന്നെ ഇതുപോലെ തന്നെ പെൻ ഹോൾഡർ അല്ലെങ്കിൽ ഫ്ലവർ വേസ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതൊരു മ്യൂസിക് ഇൻസ്ട്രുമെൻ്റാണ്. ഇത് പഴയ നമ്മുടെ കുടുക്ക വീണ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതിൻ്റെ ഒരു രൂപമാണ്. വേറൊരു വെർഷൻ ഞാൻ ഉണ്ടാക്കിയതാണത്. അതിങ്ങനെ നമ്മൾ പഴയ കാലങ്ങളിൽ വീടുകളിൽ ഉമ്മറങ്ങളിൽ തൂക്കിയിടുന്നൊരു ഭസ്മത്തൊട്ടി എന്ന് പറഞ്ഞ സാധനമാണ്. ഇതേപോലെ കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്ന ഏതൊരു വസ്തു, ഫോട്ടോഗ്രാഫ്സോ അല്ലെങ്കിൽ അതിൻ്റെ ഐഡിയ പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ നമ്മൾ ചെയ്ത് കസ്റ്റമേഴ്സിന് എത്തിച്ചു കൊടുക്കും. ഇനി ഇതുപോലെ തന്നെ വേറൊരു സാധനമാണ്. ഇത് ബാമ്പൂവിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ആമാടപ്പെട്ടി എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് മുളയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. നിങ്ങളും ഇതുപോലെ പ്രകൃതിയെ ശരിക്കും നിരീക്ഷിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കും ചെയ്യാൻ സാധിക്കും. അപ്പോൾ 3 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. മനസ്സിൽ അല്പം കല, നല്ലൊരു മനസ്സ്, ക്ഷമ. ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.